ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുള്ളൊരു ടയറിലാണ് കേട്ടോ കുളിച്ച് ബ്ലാക്കും ഒക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഗാർഡനിൽ കുറേ പണിയൊക്കെ രാവിലെ തന്നെ തീർത്തു. മുറ്റമൊക്കെ തൂത്തു. മുറ്റ ഞാനല്ല കേട്ടോ തൂത്ത്, അമ്മയാണേ തൂത്ത്. പിന്നെ ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ക്യൂട്ടാണോ? പിന്നെ നമ്മുടെ ടട്ടിൽ വൈൻ നല്ല രീതിയിൽ നിൽപ്പുണ്ട്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാ എൻ്റെ ഈ വയലറ്റ് ടട്ടിൽ വൈന് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിലെ മീൻ കുറഞ്ഞു പോയിട്ടോ, മഴയത്ത് എല്ലാം ഒളിച്ചു പോയി. പിന്നെ ഞാൻ ഷാഡോയിലുണ്ട് നോക്കിയപ്പോൾ പിന്നെ അതും ഒന്ന് ജസ്റ്റ് പോയി ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ഗാർഡന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റുള്ളവർ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്ട്രോബെറിയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഞാൻ മഴയത്തിറക്കി വെച്ചാണ് കേട്ടോ, ഞാൻ മറന്നുപോയി പിന്നെ എടുത്ത് വെക്കാൻ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ആ സ്ട്രോബെറിയുടെ അടുത്താണ് കേട്ടോ അത് നിൽക്കുന്നത്. അതൊന്ന് അങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ഇവിടെ വെക്കണോ അതോ അങ്ങോട്ട് വെക്കണോ, ഇവിടെ വെച്ചാലും കാണത്തില്ലല്ലോ, ഫ്രണ്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനത് ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് തയ്യാറാണോ വേണ്ടയോ എന്നായിരുന്നു എൻ്റെ ആലോചന. പിന്നെ ഒന്നും നോക്കിയില്ല, വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെച്ചു. ദാ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വെക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്ലാന്റ്. പിന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് ചിലപ്പോൾ ഇനി വീഡിയോസൊക്കെ കാണാൻ ചാൻസ് കുറവാണ്. നമ്മുടെ സ്റ്റെപ്പ് ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചു. പിങ്ക റോസ് എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ. കളക്ട് ചെയ്യാനൊക്കെ പറ്റിയ ഫ്ലവേഴ്സാണ്. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ നമുക്ക് കുറേ തൈകൾ കിട്ടുന്നുണ്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സ്നേക്ക് പ്ലാന്റാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നല്ലതായിട്ട് കിട്ടുമെന്ന്. കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ തുളസിയുടെ ഫ്രണ്ടിൽ നിന്നൊരു ചീട്ടെടുത്തതാണ്. ചെറുതായിട്ട് പുറയിപ്പോയി തോന്നുന്നു. പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇത് നമ്മുടെ വീട്ടിൽ വന്ന പുതിയൊരു ലാബ് ഡോഗാണേ. ഇതൊരു പെണ്ണാണ്. ഇവളുടെ പേര് ബ്രൂണോ എന്നാണ്. അവർ വിളിച്ചുകൊണ്ടിരുന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. റാണി എന്നാണ് കേട്ടോ. ബ്രൂണോ എന്നാണ് വിളിക്കുന്നത്. ബ്രൂണോ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവൾക്കൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ആരെ കണ്ടാലും കുറേ നേരം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ജാക്കിക്ക് ഇപ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ജാക്കിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ പൊട്ടി വെച്ച ടട്ടിൽ വൈനും ഇന്ന് ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അത് സ്പ്രെഡായിട്ട് വരുന്നതാണ്. ഞങ്ങൾ ഷേപ്പ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു കാര്യമാണ് ഈ ഫ്ലവർ എന്ന് പറയുന്നത് കളറാവും. പിന്നെ ഞാൻ ഇപ്പോൾ പോയി നമ്മുടെ പാല് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ യെല്ലോ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറേ നേരം ആലോചിച്ചു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഈ പൂവുണ്ടല്ലേ, കൊലച്ച് പൂവുണ്ടായിരിക്കുന്നു, കാണാൻ നല്ല രസമല്ലേ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഉള്ളിച്ചെടിയുടെ ഇത് കളയാൻ. എങ്കിൽ എല്ലാവർക്കും ബൈ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.